ഒരു ഡോഗിനെ, ഒരു പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കണ്ട ഉടനെ ഓടി അടുത്തേക്ക് വരുന്നു, ആ പപ്പി നമ്മളോട് കളിക്കുന്നു. ചെറിയ ഡോഗ് അല്ലെങ്കിൽ ഒരു പപ്പിക്ക് ഒരു ദിവസം 4 തവണയെങ്കിലും നമ്മൾ ആഹാരം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പലരും ഓഫീസിലായിരിക്കും. വാക്സിനേഷൻസ് എല്ലാം കഴിയുന്നവരെ ഒരു പപ്പിയെ പുറത്ത് വാക്കിന് കൊണ്ടുവന്നത് അഡ്വൈസബിൾ അല്ല. നമസ്കാരം, എല്ലാവർക്കും റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പപ്പിയെ റീഹോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യത്തെ കാര്യമാണ് പപ്പി ഡിപ്രഷൻ. ആൻഡ് ദിസ് ഇസ് നോട്ട് അബൌട്ട് ദ പപ്പി ബട്ട് ദ ഓണർ. അതായത് നമ്മൾ ഒരു ഡോഗിനെ, ഒരു പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കണ്ട ഉടനെ ഓടി അടുത്തേക്ക് വരുന്നു, ആ പപ്പി നമ്മളോട് കളിക്കുന്നു, വളരെ നന്നായി ഇടപഴകുന്നു. പക്ഷെ ഇതൊന്നുമല്ല. ഓൺ ദ കോൺട്രറി, പപ്പി വേറൊരു ഭാഗത്ത് പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. അപ്പോ ഈ സമയത്ത് ഓണർക്ക് ഉണ്ടാവുന്ന ഡിപ്രഷനെ പറ്റിയാണ് പപ്പി ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വളരെയധികം നമ്മൾ ആലോചിക്കേണ്ടതില്ല. കാരണം ഒരു പുതിയൊരു സ്ഥലത്തേക്ക് ഒരു പപ്പി കടന്നു വരുമ്പോൾ അതിന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അതിന് ആ ഓണർ വളരെയധികം പേഷ്യൻ്റായി അതിന് പപ്പിക്ക് സമയം അനുവദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനിങ് ടേക്സ് ടൈം. സോ പപ്പിക്ക് വളരെയധികം സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം, നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ട് വരാനായിട്ട്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീൽ പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരു ചെറിയ ഡോഗ് അല്ലെങ്കിൽ ഒരു പപ്പിക്ക് ഒരു ദിവസം 4 തവണയെങ്കിലും നമ്മൾ ആഹാരം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പലരും ഓഫീസിലായിരിക്കും. അങ്ങനെ ഇരിക്കെ നമുക്ക് ഓട്ടോമാറ്റിക് പെറ്റ് ഫീഡേഴ്സ് യൂസ് ചെയ്ത് ആപ്പായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് അവരെ ഫീഡ് ചെയ്യാം. അതേപോലെ എത്ര എമൗണ്ട് ഓഫ് ഫുഡാണ് ഓരോ സമയം നമ്മൾ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി ഒരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് പപ്പി വാക്കിംഗ്. യൂഷ്വലി വാക്സിനേഷൻസ് എല്ലാം കഴിയുന്നവരെ ഒരു പപ്പിയെ പുറത്ത് വാക്കിന് കൊണ്ടുവന്നത് അഡ്വൈസബിൾ അല്ല. പക്ഷെ അതിനുശേഷം റെയിൻ ഓർ ഷൈൻ നമ്മൾ ഒരു പപ്പിയെ നടത്താൻ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഡോഗിന്റെ ലൈഫിലെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാ ഓണേഴ്സും മനസ്സിലാക്കി നടത്തിയെങ്കിൽ മാത്രമേ ഒരു പപ്പിയെ നമുക്ക് നല്ല ആരോഗ്യത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നാലാമത്തെ കാര്യം പെറ്റ് ഗ്രൂമിങ്. പെറ്റ് ഗ്രൂമിങ് ഒരു ഓണർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അതേപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഇതുപോലുള്ള ലോങ് ബ്രീഡ്സ് എല്ലാം ആണെങ്കിൽ അവരുടെ മുടിയെല്ലാം നമ്മൾ ചീകി വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഇതിലെല്ലാം നോട്ട് വന്നാൽ പിന്നെ അത് കട്ട് ചെയ്ത് കളയല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഹെയറി ബ്രീഡ്സിന് എടുക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഷിറ്റ്സു ആണ്, പിക്കിങ്ങീസ് ആണ്, അതേപോലെ ഗോൾഡൻ റിട്രീവേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്നും കോംബ് ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ നെയിൽ കട്ടിങ്, വീക്ക്ലി ഉള്ള അവരുടെ കുളിപ്പിക്കല്, ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂടാതെ ഇപ്പൊ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിലും ദിവസേനയുള്ള കോംബിങ് അല്ലെങ്കിൽ ബ്രഷിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു പപ്പിയെ ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ പ്രൈമറി ആയിട്ട് നമ്മൾ വാക്സിനേഷൻസ്, ഡീവേമിങ്, അതേപോലെ റെഗുലർ വെറ്റ് ചെക്കപ്സിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു നല്ലൊരു ഡോക്ടറെ നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരു കേസ് ഹിസ്റ്ററി, നമ്മുടെ പപ്പിയുടെ വാക്സിനേഷനും ഡീവേമിങ്ങും മുതൽ ചെറുപ്പം മുതലേ ഉള്ള ഒരു കേസ് ഹിസ്റ്ററി ഉള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ ആ പപ്പിക്ക് അല്ലെങ്കിൽ ആ ഡോഗിന് ഫ്യൂച്ചറിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് അവരായിട്ട് കൺസൾട്ടേഷൻ വളരെയധികം എളുപ്പമായിരിക്കും. സോ ഓൾവേസ് ഹാവ് എ പ്രോപ്പർ വെറ്റിനറിയൻ ഫോർ യുവർ പപ്പി. ഒരു പപ്പിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ലൈഫ് ലോങ് ഒരു കമ്പാനിയനെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും റെസ്പോൺസിബിലിറ്റിയും അതേപോലെ നമ്മൾ ഉള്ളിടത്തോളം കാലം ഈ പപ്പിയെ നന്നായി നോക്കിക്കോളാം എന്നൊരു കമ്മിറ്റ്മെന്റും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പുതിയ പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും അവരുമായി ഷെയർ ചെയ്യുമല്ലോ. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് സ്റ്റേ ട്യൂൺ ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. താങ്ക് യു.